പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇങ്ങനെ കരയുന്നില്ലിച്ച് ഒലത്ത കരി പാട്ടിക്കാടും ഞാൻ. പൊട്ടനും പോയി പണ്ടനും പോയി പോട്ടും കിട്ടി. അങ്ങനെ തെറി കേട്ടങ്ങനെ കരഞ്ഞ് ഞാൻ അങ്ങനെ പിന്നെ പുതപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കട. ഫ്ലാഷ് ബാക്ക്. അതും 14 സെന്റ് സ്ഥലത്തില് 5 ബെഡ്റൂമില് 2400 സ്ക്വയർ ഫീറ്റിലെ വീടും പോലെ നല്ലൊരു ജിമ്മിന്റെ വണ്ടിയിലാണ് ബുള്ളറ്റ്, അതേപോലെ ആക്റ്റീവ. വാടക വേണ്ട കണ്ടാത്തോണ്ട ാണല്ലോ വീണത്. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു, അത് തിരയായിരുന്നു. സംശയമൊന്നുമില്ലല്ലേ? എന്തിനാണ് കുഞ്ഞാനെ ഈ ലെവലിൽ തെറി കേട്ട് കൊടുക്കണത്? ഞാൻ ഓല ചെലവിലല്ലേ ജീവിച്ചത്. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോ ഹായ് ഗൈസ്, ഞാനിപ്പോ ഈ ഒരു ഷോപ്പിലാണ്. ഈ ഷോപ്പിൽ നല്ല കളക്ഷൻ ഉണ്ട്, നിങ്ങൾ വരണം കേട്ടെന്ന് പറഞ്ഞാൽ ഏതാ ഈ ചെങ്ങായി ഏറാണ്ട് ഒഴിവാക്കും. മറ്റേത് അടിപൊളി ഓഫറും കാര്യങ്ങളാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ അകത്തൊരു പഴമുണ്ട്, അടുത്ത് വായിക്കുത്തി കേട്ടോണ്ട്. അറിയില്ല പൊന്നാരഞ്ച ബാബു. ഞാൻ പറഞ്ഞത് ഞാൻ സങ്കടം വരും ചെറിയ നേരത്ത്. എനിക്ക് എന്താണാവോ അയാളുടെ രൂപവും ഭാവവും ഈ കര 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 എന്നുള്ള ശബ്ദവും അയാൾ ആള് ശരിയല്ല. അങ്ങനെ പറഞ്ഞു. പിന്നെ പറയുന്നവർക്ക് അങ്ങോട്ട് പറഞ്ഞാല് ഇച്ചെന്തോരക്കെ കയ്യേ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. പിന്നെ പണിയെടുത്ത് ജീവിച്ചത് ഇഞ്ച പെണ്ണുങ്ങളും കുട്ടികളൊക്കെ നിങ്ങൾ ആരെങ്കിലും തന്നിട്ടാണ് ജീവിച്ചത്. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല, കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. അറിയില്ല പൊന്നാരഞ്ച ബാബു, എന്നോടൊന്ന് ചോദിച്ച് എടങ്ങാറാക്കരുത്. ഒരു പറയുന്നവരായിട്ട് പറയട്ടെ. നിനക്ക് എത്ര തന്തയുണ്ടാ? നിർത്തിപ്പൊക്കൂടെ ഈ പരിപാടി? എവിടേക്ക് പോണ്, എന്തിനു പോണ്? ഞാൻ ആരെയും എന്തിനും കാട്ടിക്കണം. എന്തൊരു തൊലിക്കട്ടി. 8 അല്ല 10 കൊല്ലായി മ്യൂസിക് അടി എന്ന് പറഞ്ഞ ഒരാപ്പും തുടങ്ങി ഇന്ന് ഈ ലെവലിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ തെറിയല്ല, അതിന്റെ അപ്പുറം പറഞ്ഞാലും കുന്നു കുരുങ്ങിയാൽ കുഞ്ഞാത്ത കുരുങ്ങുല. ഈ ഏർപ്പാട് നിർത്തൂല്ല. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഞാൻ ഒരാളെത്തും പൈസ വാങ്ങിയില്ല. പിന്നെ ഇഞ്ച വീഡിയോ കണ്ടു കഴിഞ്ഞാല് നാട്ടുകാർക്ക് ഒരു ചൊറിച്ചില്ല മറ്റോടത്ത് കൂടി. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുറിപ്പ. ഓപ്പരം പഠിച്ചതൊന്നും ഞാൻ നോക്കൂല, ചവിട്ടി ചുമരുമ പറ്റിച്ചാലും. ഞാൻ എന്താ പറയുക, റീച്ചുള്ള ആൾക്കാരെ വേക്കിൽ ഇങ്ങനെ പോയി മാന്താന് ഒരുപാട് ഉസുറും പുളിയില്ലാത്തവര് ഉണ്ടാവുന്നു മാത്രം. എനിക്ക് അത്രക്ക് ദേഷ്യം വന്നു. അസൂയ, കുസുമ്പ്, അതന്നെ. അല്ലാതെ ഇപ്പൊ എന്തോ നെക്കാ പുണ്ണാക്കച്ച് പറയുന്നത്. ഒന്നിനും കജ്ജാത്ത കുറച്ച് ഉണ്ണാക്കന്മാരുണ്ട്. ഓരെന്തോട്ടും ഇതിങ്ങനെ എഴുതി നമ്മളെ തളർത്താൻ നോക്കും. നമ്മളപ്പത്തിന് ഇങ്ങനെ പോയി കുതിര പോണ മാതിരി മുന്നിക്ക് ഇങ്ങനെ പോകും. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലാണ്. ജനങ്ങൾക്ക് എന്നോടുള്ള ഈ സ്നേഹവും കാര്യവും കാണുമ്പോ ഞാൻ ആകെ അന്തം മുട്ടാണ്ട് നിൽക്കാണ്. സാറേ, അടച്ചിങ്ങനെ ഫൈനൊക്കെ അടച്ചിട്ട് ഞാൻ പോവാണ്.